നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനു സി നായർ, പുളിക്കൽ ആയുർവേദ ഹോസ്പിറ്റൽ പെരുവയിലെ ചീഫ് ഫിസിഷ്യൻ. ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം ജീവിതശൈലി രോഗങ്ങളാണ്. അലക്സ, ടേൺ ഓഫ് ദി ഫാൻ. ഓക്കെ ഗൂഗിൾ, ടേൺ ഓഫ് മൈ AC. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ജീവിത രീതി. ഇരിക്കുന്ന കസേരയിൽ നിന്ന് പോലും എഴുന്നേക്കാതെ നമുക്ക് നമ്മളുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കാൻ പറ്റുന്നു. ഇത് നമ്മളുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നത് വളരെയധികമാണ്. അത് നമ്മളുടെ ആരോഗ്യത്തിലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ മനുഷ്യരാശിയുടെ ഉൽപ്പത്തി മുതൽ എങ്ങനെയാണ് നമ്മളുടെ ഓരോ ചര്യകളും ഓരോ പ്രവൃത്തികളും മാറ്റം വന്നേക്കണം എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വന്തം ആഹാരം, അന്നന്നത്തെ ആഹാരം വിശക്കുമ്പോൾ വേട്ടയാടിയോ അല്ലെങ്കിൽ കൃഷി ചെയ്തോ മറ്റ് വൃക്ഷങ്ങളിൽ നിന്നും ഫലമൂലങ്ങളിൽ നിന്നും ഭക്ഷിച്ചിരുന്ന ആ മനുഷ്യൻ കൃത്യമായി ഉറങ്ങുകയും സമൂഹജീവിയായി മറ്റുള്ളവരോടൊപ്പം സ്നേഹിച്ചും വഴക്കുകൂടിയും എല്ലാം ജീവിച്ചിരുന്ന ആ മുൻ തലമുറ, അത് എവല്യൂഷനിലൂടെ നമുക്ക് വന്നേക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓരോ കാര്യങ്ങളും ഈ ശാസ്ത്രത്തിൽ നിന്ന് വന്നേക്കുന്നത് നമ്മൾ ഉപയോഗിക്കുകയും ദുരുപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മളുടെ പ്രവൃത്തികൾ ചുരുങ്ങി നമ്മൾ ചിന്ത കൊണ്ടും ഇപ്പോൾ അത്യാവശ്യം വിരൽ കൊണ്ടും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായി മാറിയിരിക്കുകയാണ്. ഭക്ഷണങ്ങളായാലും നമുക്ക് തീരെ അധ്വാനിക്കാതെ, ഇന്ന് പാചകം ചെയ്യാതെ പോലും ജസ്റ്റ് ഒരു ഫിംഗർ ടിപ്പിൽ ഓർഡറിൽ നമ്മളുടെ മുമ്പിൽ വിശക്കുമ്പോൾ ഭക്ഷണം വന്നിരിക്കുന്നു. ഇത് കഴിച്ച ശേഷവും നമ്മൾ അവിടെ തന്നെയാണ് ഇരിക്കുക. കൈ കഴുകുന്നത് പോലും ചിലപ്പം അതിന് പകരം വൈപ്സും യൂസ് ചെയ്ത് നമ്മൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് എഴുന്നേക്ക് പോലും ചെയ്യാതെ നമ്മളുടെ ജോലി തുടർന്നുകൊണ്ടിരിക്കും. ആ ഒരു തുടർച്ചയായ ഇരിപ്പ്, പ്രവൃത്തികളുടെ വ്യായാമത്തിൻ്റെ അഭാവം, ഉറക്കത്തിൻ്റെ കൃത്യമായ ഉറക്കമില്ലാതെ സമയം തെറ്റിയുള്ള ഒരു ഉറക്കവും ജീവിതക്രമവും നമ്മളെ ഇന്ന് രോഗിയായിരിക്കുന്നു. ഈ രോഗങ്ങളുടെ ഒരു കൂട്ടത്തെ തന്നെയാണ് നമ്മൾ ജീവിതശൈലി രോഗങ്ങൾ എന്ന ഒരു ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായി നമുക്ക് ഇന്നറിയാവുന്നത് പ്രഷർ, പ്രമേഹം, കൊളസ്ട്രോള്, അമിതമായ കൊളസ്ട്രോള്. ഈ രോഗങ്ങളും ഇതേ തുടർന്ന് മറ്റ് അവയവങ്ങൾക്ക് വരുന്ന ഹൃദയം, കരൾ, വൃക്ക മുതലായ അവയവങ്ങൾക്ക് ബാധിക്കുന്ന അസുഖങ്ങളും ഇവയാണ് ഏറ്റവും പ്രധാനമായി ആളുകൾക്ക് അറിയാവുന്നത്. എന്നാൽ ജീവിതശൈലിയിൽ വന്ന ഈ മാറ്റം കൊണ്ട് ഈ അവയവങ്ങളെ കൂടാതെ മറ്റ് അസുഖങ്ങൾ, ക്യാൻസർ, സ്ത്രീകളിലാണെങ്കിൽ ഹോർമോൺ വ്യതിയാനങ്ങൾ, നമുക്കറിയാം തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ എത്രത്തോളം പടർന്നു പിടിച്ചിട്ടുണ്ടെന്ന്. ഈ ജീവിതശൈലി രോഗങ്ങളെ ഇപ്പോൾ സർക്കാരും ഒരു പകർച്ച ഇല്ലാത്ത വ്യാധികളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ആക്ച്വലി ജീവിതശൈലി കൊണ്ട് കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഈ ഒരു ജീവിതശൈലി രോഗങ്ങൾ. അതേപോലെ തന്നെ ക്യാൻസേഴ്സ്, പലപ്പോഴും ചികിത്സയില്ല, ഇല്ലെങ്കിൽ ഇനിയൊരു മുന്നോട്ടുള്ള ജീവിതം ഇല്ല എന്ന് കണ്ടിരുന്ന രീതിയിലുള്ള ക്യാൻസേഴ്സ് ഇന്ന് അവയ്ക്ക് ചികിത്സ അവൈലബിൾ ആണെങ്കിൽ പോലും നമുക്ക് ഈ രോഗങ്ങൾ വരാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും നമ്മളുടെ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ വരുത്തി അതിലേക്ക് നമ്മളെ കൊണ്ടുപോകാതെ ഇനി ഉള്ള ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് കണ്ടെത്തി എന്തൊക്കെയാണ് നമ്മളെ അഫക്റ്റ് ചെയ്തേക്കുന്നത്, നമ്മളുടെ ഏതൊക്കെ അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്ന് മുൻകൂട്ടി കണ്ടെത്തി അവ പൂർണ്ണമായി തകരാറിലാകാതെ നമുക്ക് നമ്മളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കണം. ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞ ബ്ലഡ് പ്രഷർ അഥവാ ഹൈപ്പർ ടെൻഷൻ, ബ്ലഡ് പ്രഷറിൻ്റെ അമിത രക്തസമ്മർദ്ദം, അതേപോലെ ഹൈപ്പർ ടെൻഷൻ. ഈ ഹൈപ്പർ ടെൻഷൻ ശരീരത്തിൽ ഹൃദയം ധമനികളിൽ ഏൽപ്പിക്കുന്ന ഒരു മർദ്ദം, അത് കൃത്യമായി എല്ലാ അവയവങ്ങളിലേക്കും രക്തചംക്രമണം നടത്തുന്നതിന് സഹായിക്കുന്നതാണ്. എന്നാൽ അമിതമായാൽ ധമനികൾക്ക് വിള്ളലുകളും രക്തം പുറത്തേക്ക് ഒഴുകുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ്സ്, അതായത് തലച്ചോറിനെ ബാധിക്കുന്ന സ്ട്രോക്ക് പോലെയുള്ള പ്രശ്നങ്ങളും, ഹൃദയ ധമനികളിൽ ഇതേപോലെ തന്നെ ബ്ലോക്കുകളായും എല്ലാം നമ്മളെ രോഗികളാക്കിയെടുക്കാം. അടുത്തത് ബ്ലഡ് ഷുഗർ. നമ്മുടെ കേരളത്തിലെ ജീവിതശൈലി എടുത്തു കഴിഞ്ഞാൽ ഇന്ന് ഈ പ്രമേഹ രോഗികളുടെ എണ്ണം വളരെ ക്രമാതീതമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണ്. അത്
ടൈപ്പ് 2 എന്ന വിഭാഗത്തിൽപ്പെടുന്ന, അതായത് ജീവിതശൈലി കൊണ്ട് തന്നെ വന്നു ചേരുന്ന വിഭാഗത്തിലുള്ള ഈ ടൈപ്പ് 2 ഡയബറ്റീസ് തന്നെയാണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ ഏറെയും കണ്ടുപിടിക്കപ്പെടുക. ആ ഒരു പ്രമേഹത്തിൻ്റെ ചികിത്സയും ഇന്ന് ദുഷ്കരമായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കാരണം ഈ ജീവിതശൈലിയിൽ മാറ്റം വരുത്താനായിട്ടുള്ള ബുദ്ധിമുട്ട്. മരുന്നുകൾ കൊണ്ട് മാത്രം നമുക്ക് ഈ അസുഖങ്ങളെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കില്ല. നമ്മളുടെ ജീവിതശൈലിയിൽ തീർച്ചയായും മാറ്റം വരണം. നമ്മൾ മനുഷ്യരാശിയുടെ ഉൽപ്പത്തിയെക്കുറിച്ച് വരെ നമ്മൾ പറഞ്ഞു തുടങ്ങിയിരുന്നു. അതിൽ നമ്മൾ അധ്വാനിച്ച് ആണ് ഭക്ഷണം നേടിയിരുന്നത്. ഇന്ന് ആ അധ്വാനം, അതായത് കൃഷി, അതേപോലെ തന്നെ മറ്റ് രീതിയിലൂടെ ആഹാര സമ്പാദനം ഇല്ലാതായെങ്കിൽ ഇനി നമ്മൾ വ്യായാമം, യോഗ മുതലായ മുറകൾ തന്നെയാണ് ഇവയുടെ ചികിത്സയിൽ ആദ്യമായിട്ട് കൊണ്ടുവരേണ്ടത്. ആഹാര രീതി, ഉറക്കം, ഇതും കൂടി ഇതിനോടൊപ്പം തന്നെ കറക്റ്റായി, അതായത് കൃത്യമായി നമ്മളൊന്ന് ക്രമീകരിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജീവിതശൈലി രോഗങ്ങളുടെ ചികിത്സയുടെ ആദ്യത്തെ പടി. ഇതിൻ്റെ ഒപ്പമാണ് വൈദ്യനിർദ്ദേശപ്രകാരമുള്ള ഔഷധങ്ങളുടെ സേവയും വേണ്ടി വരിക. അടുത്ത കാറ്റഗറി പറഞ്ഞു കഴിഞ്ഞാൽ വൃക്കരോഗങ്ങൾ. ഈ പ്രമേഹം, രക്തസമ്മർദ്ദം മുതലായവ കൃത്യമായി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ നമ്മളുടെ കിഡ്നിയുടെ ഫങ്ഷൻസ് മോശമായി വരും. നമുക്കറിയാം, നമ്മളുടെ ശരീരത്തിലുള്ള നമ്മളുടെ ആരോഗ്യത്തെ, അതായത് ഊർജത്തെ ഉൽപ്പാദിച്ച ശേഷം ബാക്കിയുള്ള വേസ്റ്റ് പ്രോഡക്ട്സിന് ശരീരത്തിൽ നിന്നും രക്തത്തിൽ നിന്നും പുറത്തേക്ക് കളയേണ്ട അവയവമാണ് നമ്മളുടെ വൃക്കകൾ. ആ വൃക്കകൾ ഈ ബ്ലഡ് ഷുഗർ കൂടി നിന്നാലോ പ്രഷർ കൂടി നിന്ന് കഴിഞ്ഞാലോ ക്രമേണ തകരാറിലാവും. ആദ്യമൊന്നും നമുക്ക് നമ്മളുടെ ലക്ഷണങ്ങൾ നോക്കിയിട്ടോ ഒരിക്കൽ പോലും ഈ തുടക്കത്തിലെ വൃക്കരോഗങ്ങൾ കണ്ടെത്താൻ സാധിക്കില്ല. കൃത്യമായ രക്തപരിശോധനയിലൂടെ ഈ ജീവിതശൈലി രോഗങ്ങളെ യഥാവിധി തിരിച്ചറിഞ്ഞ് നേരത്തെ ചികിത്സ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ വൃക്കരോഗങ്ങൾ പൂർണ്ണമായും ചികിത്സിച്ച് മാറ്റാൻ പറ്റും. അപ്പോൾ അത് മുന്നോട്ട് പോകും തോറും വൃക്കകളുടെ പുറമേ ഉള്ള പാരൻകൈമയിൽ വരുന്ന ചേഞ്ചസ്, അതിൽ വരുന്ന വ്യതിയാനങ്ങൾ നമുക്ക് പിന്നീട് പഴയ പോലെ ആക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രോഗിയുടെ ജീവിതം നിലനിർത്തുക എന്നുള്ളതാണ് പല ചികിത്സകളുടെയും ലക്ഷ്യം. അത് ആ ഒരു അവസ്ഥയിലേക്ക് പോകാതിരിക്കണമെങ്കിൽ ആദ്യം പറഞ്ഞ 2 കണ്ടീഷൻസ് നമുക്ക് കൃത്യമായി തയ്യാറാക്കി അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോന്നാലേ പറ്റുള്ളൂ. ഇനി അടുത്തത് ശ്വാസകോശ രോഗങ്ങൾ. അതിൽ ആസ്തമ. നമുക്കറിയാം എത്ര ആളുകളിലാണ് ഇന്ന് ഒരു ഇൻഹേലറോ നെബുലൈസേഷൻ കൊണ്ടോ ജീവിതം മുന്നോട്ട് പോകേണ്ടി വരുന്നത്. നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ ശ്വാസത്തെ അല്ലെങ്കിൽ വായുവിനെ പിടിച്ചു നിർത്താനുള്ള ശേഷി കുറഞ്ഞു വരുന്ന ഒരു കണ്ടീഷനാണ്. അതേപോലെ തന്നെ ഈ എത്തുന്ന ശ്വാസത്തെ രക്തത്തിലേക്ക് ഓക്സിജനായിട്ട് കടത്തിവിടുന്നതിനുള്ള ശേഷിയിൽ വരുന്ന കുറവ്. ഇതിൽ പല കാരണങ്ങളുണ്ടാവാം. അവയുടെ ശരീരത്തിൽ ഈ ഒരു ശ്വാസം മുട്ടലിന് അല്ലെങ്കിൽ ആസ്മയോ ഉണ്ടാക്കുന്ന പല കാരണങ്ങളും ഉണ്ടാവാം. അതിൽ ഏറ്റവും പ്രധാനം ഇന്ന് അന്തരീക്ഷത്തിലുണ്ടാവുന്ന മാലിന്യങ്ങൾ, പൊടിപടലങ്ങളും അതേപോലെ തന്നെ പുക, അതുപോലെയുള്ളത് നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ വലിപ്പത്തെ അല്ലെങ്കിൽ ആ ഓക്സിജനെ ആഗിരണം ചെയ്ത് രക്തത്തിലേക്ക് കടത്തിവിടാനുള്ള ശേഷിയെ വളരെ കുറയ്ക്കുന്നുണ്ട്. ഇത് വളരെ ചെറിയ കുട്ടികളിൽ വരെയും പലപ്പോഴും ജീവൻ തന്നെ നിലനിർത്താനായിട്ട് നെബുലൈസേഷൻ പോലെയുള്ള കാര്യങ്ങളിലേക്ക് വിടേണ്ടി വരാറുണ്ട്. ക്രമേണ ഈ ശ്വാസകോശ രോഗങ്ങൾ നമ്മളുടെ മറ്റ് അവയവങ്ങളെയും ബാധിച്ചു തുടങ്ങും. കാരണം ഓക്സിജൻ രക്തത്തിലൂടെ എല്ലാ അവയവങ്ങളിലും എത്തിച്ചേരേണ്ടതാണ്. ഈ ഒരു കണ്ടീഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും അതൊരു എൻവയൺമെൻറ്റൽ പ്രോജക്റ്റായിട്ട് തന്നെ വരേണ്ടതുണ്ട്. അതായത് നമ്മളുടെ നാട്ടുമ്പുറങ്ങളിലൊക്കെ ആണെങ്കിൽ ഇന്ന് മരങ്ങളുടെയും അതേപോലെ തന്നെ പച്ചപ്പിൻ്റെയും കുറവ് വരുന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒരു പ്രകൃതിയെ സ്നേഹിച്ചുകൊണ്ടുള്ള അപ്രോച്ച്, അതേപോലെ തന്നെ വാഹനങ്ങളിലും കൃത്യമായി പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അതിന് വേണ്ട നിയന്ത്രണങ്ങളെല്ലാം കൊണ്ടുവന്ന് അന്തരീക്ഷത്തിലുള്ള പൊടിപടലങ്ങളുടെ അളവ് നമുക്കറിയാം. ഡൽഹി എന്നൊരു സംസ്ഥാനത്തെ എടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും മഞ്ഞുകാലത്തിൻ്റെ തുടക്കം മുതൽ തന്നെ അവിടെ വാഹനങ്ങളുടെ നിയന്ത്രണവും മറ്റ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യത്തിലും എല്ലാം നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു എയറിലെ ഡസ്റ്റിൻ്റെയും എല്ലാം സാച്ചുറേഷൻ ലെവൽ അങ്ങേയറ്റമായിരിക്കും. ആ ഒരു ടൈമിൽ പലപ്പോഴും നല്ല ഒരു ശ്വാസകോശ രോഗമുള്ള ഒരു വ്യക്തിക്ക് സാധാരണ രീതിയിൽ ശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ട്. പലപ്പോഴും ഓക്സിജൻ സപ്പോർട്ടോടുകൂടി സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾ വരുന്ന ആ ഒരു കണ്ടീഷനിൽ തീർച്ചയായും സർക്കാർ കൃത്യമായിട്ട് ഇടപെട്ടിട്ടാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് വരുന്നത്. ഈ ഒരു അവസ്ഥ നമ്മളുടെ നാട്ടിലേക്കും വരാതിരിക്കണമെങ്കിൽ തീർച്ചയായും
സർക്കാരുകൾ തീർച്ചയായും ഈ ഇൻഡസ്ട്രീസും ഓട്ടോമൊബൈൽസും ഇതിലെല്ലാം കൃത്യമായ പൊല്യൂഷൻ കൺട്രോൾ നോംസും പാലിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഡൽഹി നമ്മളുടെ കേരളത്തിലേക്കും വരാതിരിക്കാനായിട്ട് നമുക്ക് ഇനി ഇതുപോലുള്ള ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സയും അതേപോലെ തന്നെ രോഗങ്ങളെ തടയുന്നതിനായിട്ടും മാസ്ക് ഉപയോഗിക്കുക എന്നുള്ളത്, പൊല്യൂഷൻ മാസ്കുകൾ, നമുക്കറിയാം കാർബൺ മാസ്കുകളാണ് നമ്മൾ ഈ ട്രാഫിക് പോലീസ് പോലെയുള്ള ആൾക്കാർ ഉപയോഗിച്ച് കാണുന്നത്. ആ ഒരു മാസ്ക് മാത്രമായിരിക്കും ഈ ഒരു പൊല്യൂഷനെ തടഞ്ഞ് ശുദ്ധമായ വായു, അതായത് പൊല്യൂഷൻസിനെ അതേപോലെ തന്നെ ഡസ്റ്റിനെ എല്ലാം തടഞ്ഞുകൊണ്ട് നമുക്ക് ശുദ്ധവായു തരുന്നത്. ഇനി മറ്റ് വ്യായാമ മുറകൾ, ഇതിൽ യോഗ പ്രാണായാമത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മളുടെ ശ്വാസകോശത്തിൻ്റെ ആഗിരണശേഷിയും വായുവിനെ ആഗിരണം ചെയ്യാനും അവയെ വായുവിനെ ഉള്ളിൽ പിടിച്ചു നിർത്താനുമുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിന് ഈ പ്രാണായാമങ്ങൾക്ക് വളരെയധികം റോളുണ്ട്. അതുകൂടാതെ മറ്റ് വ്യായാമങ്ങളെല്ലാം തന്നെ നമ്മളുടെ ശ്വാസകോശത്തെ ശരിയായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഈ ശ്വാസകോശത്തിൻ്റെ ഒപ്പം തന്നെ ഈ നമ്മുടെ നെഞ്ചും കൂടിനെ കവർ ചെയ്യുന്ന മസിൽസ്, അവയുടെ സ്ട്രെങ്തും ഈ ഉള്ളിലേക്ക് എടുക്കാനുള്ള ശേഷിയും അതേപോലെ പിടിച്ചു വയ്ക്കാനുള്ള ശേഷിയും സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലിലുള്ള വ്യായാമങ്ങളും അതോടൊപ്പം ബ്രീത്തിങ് എക്സസൈസും ഇതിന് ഹെൽപ്ഫുള്ളാണ്. ഇതിൻ്റെ ആയുർവേദത്തിലുള്ള ചികിത്സകൾ എന്നത് ശ്വാസകോശത്തിൽ വരുന്ന ഈ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറത്തേക്ക് കളയാൻ പറ്റുന്ന ഔഷധങ്ങൾ നമുക്ക് അറിയാം. ത്രികടു, അതായത് ചുക്ക്, മുളക്, തിപ്പലി, ഇതേപോലെയുള്ള ഔഷധങ്ങൾ വളരെ എഫക്റ്റീവായി ആയിരക്കണക്കിന് വർഷങ്ങളായി ആയുർവേദത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവയുടെ ഉപയോഗം ഈ കഫത്തെയോ അല്ലെങ്കിൽ അതോടൊപ്പം കൂടിയിരിക്കുന്ന മാലിന്യങ്ങളെയോ പുറത്തേക്ക് കളയുന്നതിനായിട്ട് സഹായിക്കുന്നതാണ്. ഇതോടൊപ്പം പല പഞ്ചകർമ്മ വിധികളും ഈ നമ്മളുടെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളെ പുറന്തള്ളുന്നതിനായിട്ട് സഹായിക്കുന്നതാണ്. ഈ ശ്വാസകോശ രോഗങ്ങൾ ശരിയായി ചികിത്സിച്ചില്ല എന്നുണ്ടെങ്കിൽ പലപ്പോഴും അതിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങൾ, നമ്മൾ തുമ്മൽ പോലെയുള്ള രോഗങ്ങളെ അല്ലെങ്കിൽ ജലദോഷം പോലെയുള്ളതിനെ നമ്മൾ അടക്കി വയ്ക്കുന്നത് പലപ്പോഴും ത്വക്ക് രോഗങ്ങളിലേക്ക് നയിക്കാറുണ്ട്. ഒരു അളവ് വരെയും ചില വിധത്തിലുള്ള ത്വക്ക് രോഗങ്ങൾ ജീവിതശൈലിയുമായിട്ട് തന്നെ കോറിലേറ്റ് ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെയുള്ള, അതായത് ശരീരത്തിൽ വരുന്ന ചില രോഗങ്ങളെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാതെ പിടിച്ചു നിർത്തേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മലമൂത്രാദി ശോധന കൃത്യമായി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ക്രമേണ വർഷങ്ങൾ കൊണ്ട് ഈ പ്രശ്നങ്ങൾ നമ്മൾ രക്തദൂഷ്യമായും ത്വക്ക് രോഗങ്ങളായും പ്രത്യക്ഷപ്പെടാറുണ്ട്. അവയുടെ ചികിത്സയും ഈ ജീവിതശൈലി കറക്ഷനും കൂടെ ഒപ്പം ഉണ്ടെങ്കിൽ മാത്രമാണ് ത്വക്ക് രോഗങ്ങളുടെ ചികിത്സ അങ്ങനെയുള്ള കേസുകളിൽ പൂർണ്ണമായി വരിക. ഇനി പല വിധത്തിലുള്ള ക്യാൻസേഴ്സ്, അതായത് കിഡ്നി, അതേപോലെ തന്നെ ലിവർ, ഇവയെല്ലാം മറ്റ് സബ്സ്റ്റൻസസ് അബ്യൂസസ് ലൈക്ക് ആൽക്കഹോൾ, സ്മോക്കിംഗ്, ഇവയെല്ലാം കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേക്കും ഇവയുടെ എല്ലാം പ്രവർത്തനം ക്രമേണ വളരെ മോശമായി അതിൻ്റെ ഉള്ളിലുള്ള കോശങ്ങളെയും വ്യത്യാസങ്ങൾ വരുത്തി എന്നതുകൊണ്ട് ആ കോശങ്ങളുടെ ഘടന തന്നെ മാറിപ്പോകുന്നതിന് കാരണമാകുകയും അവ കാലക്രമേണ ക്യാൻസറുകളായി മാറുകയും ചെയ്യും. അത് തന്നെയാണ് ഈ ജീവിതശൈലി കൊണ്ടാണ് കൂടുതൽ ആളുകളിലും കരളിന് ബാധിക്കുന്ന ക്യാൻസേഴ്സും അതേപോലെ തന്നെ ശ്വാസകോശത്തെ ബാധിക്കുന്ന വിവിധ തരത്തിലുള്ള ക്യാൻസേഴ്സിനും ഏറ്റവും പ്രധാനമായ കാരണം. പുരുഷന്മാരിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രായത്തിന് ശേഷം, ഏകദേശം 50 വയസ്സിന് ശേഷം പ്രോസ്റ്റേറ്റിന് വലിപ്പം വയ്ക്കുന്നതിനും മറ്റും തുടങ്ങും. ഈ രോഗം ക്യാൻസറായി മാറുന്നത് പലപ്പോഴും ജനറ്റിക് കാര്യങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ പുകവലി പോലുള്ള ട്രിഗറിങ് ഫാക്ടേഴ്സും കൂടെ അതൊരു ക്യാൻസർ ഫോമിലേക്ക് എത്തുന്നതിനായിട്ട് കാരണമാകാറുണ്ട്. സ്ത്രീകളിലാണെങ്കിലും ഗർഭാശയ മുഴകൾ, അവരുടെ ജീവിത രീതിയിൽ വരുന്ന മാറ്റങ്ങൾ, ക്രമേണ ഹോർമോൺ വ്യതിയാനങ്ങളും കാലക്രമേണ ഗർഭാശയത്തിലും അതേപോലെ തന്നെ അണ്ഡാശയത്തിലും ക്യാൻസറുകളും മറ്റും ഉണ്ടാവുന്നതിനായിട്ടുള്ള കാരണങ്ങളാണ്. ഇതോടൊപ്പം തന്നെ മറ്റ് കാരണങ്ങൾ, വൈറൽ ഇൻഫെക്ഷൻസും എല്ലാം പലപ്പോഴും ഈ ക്യാൻസർ ബാധയ്ക്ക് ഒരു കാരണമായി മാറാറുണ്ട്. ഇനി മാനസികമായ കാര്യങ്ങൾ, ഇത് നമുക്ക് ഒഴിവാക്കാവുന്ന കാര്യങ്ങളല്ല. കാരണം ഇന്നത്തെ ജീവിതശൈലിയിൽ അല്പം ഒരു ടെൻഷനും അതേപോലെ തന്നെ സ്ട്രെസ്സ്, ഈ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കും. ഇവയെ നമ്മൾ എങ്ങനെ നിയന്ത്രിച്ച് നമ്മളുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നതനുസരിച്ചാണ് ആ ഒരു മാനസിക കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക.
ഈ നമുക്ക് ദൈനംദിനം ചെയ്യേണ്ട പ്രവൃത്തികൾ നമ്മളൊരു ഓർഡർലി ചെയ്തു പോരുന്നുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് ഒരു സ്ട്രെസ്സും എല്ലാം ഒഴിവാക്കി നമ്മളുടെ ഓരോ ദിവസത്തെയും വളരെ പ്ലാൻഡ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിൽ ആ ചെയ്യേണ്ട ഡ്യൂട്ടീസ് മാത്രമല്ല, നമ്മളുടെ ആഹാര രീതിയും അതേപോലെ തന്നെ ഉറക്കത്തിൻ്റെ സമയക്രമവും ഇതെല്ലാം കൃത്യമായി പ്ലാനിങ്ങോട് കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മനസ്സിനെയും നമുക്ക് സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പറ്റും. ഇതോടൊപ്പം മനസ്സിന് ഉല്ലാസം തരുന്ന യാത്രകൾ, കുടുംബമായിട്ടുള്ള കൂടിച്ചേരലുകൾ, അതേപോലെ ഭക്തിപരമായിട്ട് നമ്മളുടെ ആരാധനാലയങ്ങളിൽ സന്ദർശിക്കുക, നല്ല പുസ്തകങ്ങൾ വായിക്കുക, ഇങ്ങനെയുള്ള നമ്മളുടെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങളും കൂടെ ഇതിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ മനസ്സിനെ ബാധിക്കുന്ന ജീവിതശൈലി രോഗങ്ങളെ നമുക്ക് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. ഈ മനുഷ്യനെ ബാധിക്കുന്നതിൽ ടെൻഷൻ മാത്രമല്ല, ദേഷ്യം, വിഷാദം ഇവയെല്ലാം നമുക്ക് ജീവിതശൈലി രോഗങ്ങളിൽ തന്നെ ഉൾപ്പെടുത്താം. ഇന്നത്തെ ജീവിതശൈലിയിലും വന്നേക്കുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് നമ്മൾ സൂര്യപ്രകാശവും ആയിട്ടുള്ള ഒരു റിലേഷൻ കുറഞ്ഞിട്ട് നമ്മളൊരു മുറിക്കുള്ളിലായിട്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിൻ്റെ ഉള്ളിൽ മാത്രമായിട്ട് നമ്മൾ ഒതുങ്ങിക്കൂടുമ്പോൾ നമുക്ക് സൂര്യപ്രകാശത്തിലൂടെ നമുക്ക് ലഭിക്കേണ്ട വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി പലപ്പോഴും മറ്റ് രോഗങ്ങളെല്ലാം പരിശോധിച്ച ശേഷവും ഒരു വിഷാദം കണ്ടുപിടിക്കപ്പെടാനായിട്ട് അല്ലെങ്കിൽ കാരണം കണ്ടുപിടിക്കപ്പെടാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ ചിലപ്പോൾ ഒരു വൈറ്റമിൻ ഡി ടെസ്റ്റിലൂടെ ആയിരിക്കാം ഇത് വൈറ്റമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി കൊണ്ട് മാത്രം വന്നേക്കുന്ന ഒരു വിഷാദമായി തിരിച്ചറിയപ്പെടുക. അവയുടെ ചികിത്സയും മരുന്നുകളോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കൃത്യമായിട്ടുള്ള വെയിൽ കൊള്ളലോ ഒക്കെ കൊണ്ട് തീർച്ചയായിട്ടും പൂർണ്ണമായിട്ട് ചികിത്സിച്ച് മാറ്റി ഒരു നോർമൽ ലൈഫ്, മാനസിക ചിന്തകളും എല്ലാം നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഇത്തരക്കാരിൽ നമുക്ക് സാധിക്കാറുണ്ട്. നമ്മൾ ഈ പറഞ്ഞതിൽ ഏറ്റവും ലാസ്റ്റായിട്ട് പറഞ്ഞ ആ ഒരു സൂര്യപ്രകാശം പോലും നമ്മളുടെ ജീവിതശൈലിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ എപ്പോഴും കുട കൊണ്ട് സൂര്യനെ നമ്മളിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ഒരു പരിധിവരെ നമ്മളുടെ ശരീരത്തിലേക്ക് എത്തപ്പെടേണ്ട ഒരു അവസ്ഥ തന്നെയാണ് ഈ സൂര്യപ്രകാശം എന്നുള്ളത്. അമിതവണ്ണം ഒരാളുടെ പൊക്കത്തിനും പ്രായത്തിനും അനുസരിച്ചാണ് അയാൾക്ക് എത്ര ഭാരം വേണമെന്ന് നിശ്ചയിക്കുക. കുട്ടികളാണെങ്കിൽ ജനിച്ച് 3 മാസം ആകുമ്പോഴത്തേക്കും ഇത്ര വെയിറ്റ് കൂടണം, 1 വയസ്സാകുമ്പോഴത്തേക്കും ജനിച്ചതിനേക്കാളും 3 ഇരട്ടിയും, 2 വയസ്സാകുമ്പോഴത്തേക്കും ജനിച്ച വെയിറ്റിനേക്കാളും 4 ഇരട്ടിയും. ഇതേപോലെ നമ്മൾ കുട്ടികളിലെ വെയിറ്റ് പറയുക. ഇനി മുതിർന്നവരിലാണെങ്കിൽ എത്ര സെൻറ്റിമീറ്റർ ഉയരമുണ്ടോ അതിൽ നിന്ന് 100 കുറച്ച് കഴിഞ്ഞാൽ ആൾക്ക് വേണ്ട യഥാർത്ഥ ഭാരം എത്രയാണെന്ന് കണ്ടെത്താം. ഉദാഹരണമായി 150 സെൻറ്റിമീറ്റർ പൊക്കമുള്ള ഒരാൾക്ക് 50 കിലോ ഐഡിയൽ വെയിറ്റായും അതിനേക്കാൾ 5 കിലോ കൂടുതലും 5 കിലോ കുറഞ്ഞും ആ ഒരു 10 കിലോ റേഞ്ചിനുള്ളിൽ ഒരാളുടെ ഐഡിയൽ വെയിറ്റായിട്ട് നമുക്ക് കണക്കാക്കാം. ആ വെയിറ്റിൽ ഇതിൽ കൂടുതലാണെങ്കിൽ നമുക്ക് ഭാരം കൂടുതലുള്ള, അതായത് അമിതവണ്ണമുള്ളതായിട്ട് കണക്കാക്കാം. ഇനി ബോഡി മാസ് ഇൻഡെക്സ്, ഈ പൊക്കവും അതേപോലെ തന്നെ ഭാരവും തമ്മിലുള്ള അനുപാതം വെച്ചാണ് നമ്മളുടെ ബോഡി മാസ് ഇൻഡെക്സ് കണക്കാക്കുക. ഈ ബോഡി മാസ് ഇൻഡെക്സും 30-ന് മുകളിലാണെങ്കിൽ അമിതവണ്ണമായി തന്നെ കണക്കാക്കേണ്ടതുണ്ട്. അമിതവണ്ണം മൂലം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളിലേക്കെല്ലാം നയിക്കപ്പെടാം. ഇത് ഒരു എല്ലാ റേസിലും എല്ലാ സ്ഥലങ്ങളിലും കൃത്യമായുള്ള ഒരു അളവായിട്ടല്ല കണക്കാക്കപ്പെടുന്നത്. കാരണം ജനറ്റിക്കായിട്ട് അമിതവണ്ണം ഉള്ള ആളുകളിൽ അവരുടെ അസ്ഥികൾക്കും പേശികൾക്കും അവരുടെ ഭാരത്തെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവും. അതിൽ നിന്ന് വ്യത്യസ്തമായി രോഗങ്ങൾ മൂലമോ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ മൂലമോ ഒരാളുടെ ഭാരം പെട്ടെന്ന് വർദ്ധിക്കുന്നെങ്കിൽ തീർച്ചയായും അയാളുടെ പേശികളോ അതേപോലെ തന്നെ സന്ധികളോ ഇവയെ താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അതിൽ നിന്നും ഇനി വരുന്ന തേയ്മാനം പോലെയുള്ള അസുഖങ്ങൾ, അസ്ഥികൾക്കും സന്ധികൾക്കും വരുന്ന തേയ്മാനം പോലെയുള്ള അസുഖങ്ങളിലേക്ക് നയിച്ചു എന്ന് വരാം. ഈ അമിതവണ്ണം തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ വരുന്ന ധമനികളിൽ ബാധിച്ച് അമിത രക്തസമ്മർദ്ദം, ഹൃദ്രോഗങ്ങൾ, കൊളസ്ട്രോള് ഇതേപോലെയുള്ള അസുഖങ്ങളും ഇവ മറ്റ് അവയവങ്ങളെ, ഹൃദ്രോഗം പോലെയുള്ള അസുഖങ്ങളെയും ലിവർ സിറോസിസ് പോലെയുള്ള ഫാറ്റി ലിവറും പിന്നീട് ലിവർ സിറോസിസും പോലെയുള്ള കണ്ടീഷൻസിലേക്ക് നയിച്ചു എന്ന് വരാം. ഇതാണ് അമിതവണ്ണത്തെക്കുറിച്ച്. ഇനി അമിതവണ്ണത്തിൻ്റെ ഒരു പരിഹാര മാർഗം എന്നുള്ളത് ആഹാര നിയന്ത്രണവും വ്യായാമവും അതേപോലെ തന്നെ ചികിത്സ ആവശ്യമുള്ള
കണ്ടീഷൻസിൽ നമുക്കറിയാം ഹൈപ്പോതൈറോയിഡിസം, ഈ കണ്ടീഷനിൽ കൂടുതൽ ആളുകളിലും ശരീരം വളരെ കുറച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ഭാരം കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്ക് യഥാവിധി ഔഷധങ്ങളും കൂടെ സേവിച്ചാൽ മാത്രമായിരിക്കും ഈ ഒരു ഭാരം കുറച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കുക. ഇനി അമിതവണ്ണമുള്ളവർ എങ്ങനെ വ്യായാമം ചെയ്യണമെന്നും ഡോക്ടറുടെ അടുക്കൽ നിന്ന് തീർച്ചയായിട്ടും ഉപദേശം തേടണം. കാരണം അവരുടെ വെയിറ്റ് എത്രയാണോ അതനുസരിച്ചിട്ട് മാത്രമായിരിക്കും ആദ്യമൊക്കെ വ്യായാമങ്ങൾ സാധിക്കുക. കാരണം പെട്ടെന്ന് ഒരു വ്യായാമചര്യ നമ്മൾ സ്വന്തമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഈ അസ്ഥിസന്ധികളിലുള്ള തേയ്മാനം കൂടാനും ഇനി ചെറിയ രീതിയിലുള്ള ഹൃദ്രോഗമുള്ളവരിൽ അത് ഗുരുതരമായി മറ്റ് പ്രത്യാഘാതങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത ഒഴിവാക്കുന്നതിനായിട്ട് തുടങ്ങുന്ന സമയത്ത് തീർച്ചയായിട്ടും ഒരു വൈദ്യനിർദ്ദേശപ്രകാരം തന്നെ വ്യായാമങ്ങൾ എത്രത്തോളം ചെയ്യണമെന്ന് കൃത്യമായി നിങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് ആ രീതിയിൽ ആ സമയത്ത് വ്യായാമം ചെയ്യുക. പൊതുവെ വ്യായാമം എന്നത് കാലി വയറിൽ അല്ലെങ്കിൽ അല്പം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് വ്യായാമം തുടങ്ങുക. അത് ചെറിയ രീതിയിലുള്ള വ്യായാമങ്ങളായി തുടങ്ങി കൈ വീശിയുള്ള ഒരു നടത്തമോ അങ്ങനെയുള്ള വ്യായാമങ്ങളിൽ തുടങ്ങി കൂടുതൽ കട്ടിയുള്ള വ്യായാമങ്ങളിലേക്ക് കൊണ്ടുവരാവുന്നതാണ്. യോഗ ഇതിലും ഏറ്റവും ശീലിക്കാവുന്നതാണ്. യോഗ അമിതവണ്ണത്തിൽ ഒരു കലോറി ബേണിംഗ് എന്നുള്ളതിൽ ഉപരി യോഗ ചെയ്യുന്നവരിൽ ആഹാര നിയന്ത്രണവും അതേപോലെ തന്നെ മറ്റ് ജീവിതശൈലിയിൽ കൊണ്ടുവരുന്ന ഉറക്കത്തിൻ്റെ കാര്യങ്ങളായാലും വളരെ ഡീപ്പായിട്ടുള്ള ഒരു സ്ലീപ്പ് നൽകുന്നതിനായിട്ടും ഈ യോഗ നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ആഹാര നിയന്ത്രണം കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളിൽ അവളുടെ മനസ്സിനെയും നിയന്ത്രിച്ച് നിർത്തിക്കൊണ്ട് നമുക്ക് അഹിതമായിട്ടുള്ള ആഹാരത്തെ വേണ്ട എന്ന് പറയുന്നതിനായിട്ട് തീർച്ചയായിട്ടും യോഗ അവരെ സഹായിക്കുന്നുണ്ട്. അത് മറ്റ് വ്യായാമങ്ങളിലാണെങ്കിൽ നമുക്ക് കലോറീസ് ബേൺ ചെയ്തിട്ടാണെങ്കിൽ നമ്മളുടെ ഊർജ്ജത്തെ കൺസ്യൂം ചെയ്തിട്ടാണെങ്കിൽ അത് കൂടാതെ നമ്മളുടെ ഒരു ചിന്താഗതിയിൽ തന്നെ വ്യത്യാസം വരുത്തിക്കൊണ്ട് അമിതവണ്ണത്തെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അൽഷിമേഴ്സ് രോഗം ഇന്ന് മധ്യവയസ്സിൽ തന്നെ തുടങ്ങുന്ന ഓർമ്മക്കുറവ്. പലപ്പോഴും ഓർമ്മക്കുറവായിട്ട് ഒരു ഡോക്ടറുടെ അടുക്ക വരുന്നവർ ആദ്യം ആലോചിക്കുക എനിക്ക് അൽഷിമേഴ്സിൻ്റെ തുടക്കമാണോ എന്നുള്ളതാണ്. പലപ്പോഴും ഒരു ഷോർട്ട് ടേം മെമ്മറി ലോസ്, ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അതേപോലെ തന്നെ ദൈനംദിന കാര്യങ്ങളിൽ വ്യത്യാസം വന്നു തുടങ്ങുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും വൈദ്യനിർദ്ദേശം തേടുക. എല്ലാം എനിക്ക് അൽഷിമേഴ്സ് ആണെന്നുള്ളതല്ല അതിൻ്റെ അകത്തെ കാര്യം. നമ്മളുടെ ഓർമ്മ അതേപോലെ ടെൻഷൻ കൊണ്ട് മറന്നു പോകുന്ന കാര്യങ്ങളുണ്ട്. പ്രായാധിക്യം വരുമ്പോഴത്തേക്കും വരുന്ന സെനൈൽ മെമ്മറി ലോസ് ഉണ്ട്. ഇവയിൽ നിന്നെല്ലാം ഈ അൽഷിമേഴ്സിനെ ഡിഫറെൻ്റ് ആക്കുന്നത് അതിൻ്റെ ഒരു പാറ്റേൺ ആണ്. ഒരു ഡോക്ടർ ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മരുന്നുകൾ തരുന്നുണ്ടാവും, ഓർമ്മയ്ക്കുള്ള വ്യായാമ മുറകൾ പറഞ്ഞു തരുന്നുണ്ടാവും. പിന്നെ അത് കൃത്യമായി ഒരു ചെക്ക് ലിസ്റ്റ് വെച്ച് ഓരോ ദിവസത്തെയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർക്ക് സ്വന്തം കാര്യങ്ങൾ ജോലിയിൽ ഏർപ്പെടുന്ന ആ ഒരു പ്രായത്തിലായിരിക്കാം ഇത് തുടങ്ങുക. അപ്പോൾ ആ കാര്യങ്ങൾ മുതൽ ജോലി തുടർന്ന് കൊണ്ടുപോകുന്നതിനും സ്വന്തം ജീവിതം ഫാമിലിയിലും കൃത്യമായിട്ട് ഈ ഒരു ഓർമ്മ നിലനിർത്തിക്കൊണ്ട് പോരേണ്ടത്. അതും ഈ രോഗിയോടൊപ്പം തന്നെ കൂടെയുള്ള ബന്ധുക്കളും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓർമ്മ മുന്നോട്ട് കൊണ്ടുപോയി വീണ്ടും ഓർമ്മ നശിക്കാതെ